ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഈ ആഴ്ച പഠിക്കാവുന്നത് 7ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ തലവാചകം ആത്യന്തിക വിശ്വസ്തത ഒരു യുദ്ധമേഖലയിൽ ആരാധന എന്നാണ്. നമുക്ക് മനഃപ്പാഠഭാഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതകൾ അധിവാസം ചെയ്യുന്ന സ്നേഹവാനായ ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിൽ ഞങ്ങൾക്ക് പാഠപഠനത്തിന് ഒരുക്കി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഈ പാഠം ഞങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മൾ ഈ യോശുവയുടെ ചരിത്രത്തിലേക്ക് പഠിക്കുമ്പോൾ ഇതുപോലെ നമ്മളും ദൈവത്തെ എപ്പോഴും ഓർത്ത് ദൈവത്തിന് എപ്പോഴും മുൻഗണന നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകേണ്ടതിന് ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണം. യേശു ക്രിസ്തു നാമത്തെ താഴ്മയാചിക്കുന്നു, പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കണം. പ്രിയപിതാവേ, ആമേൻ. ആത്യന്തിക വിശ്വസ്തത ഒരു യുദ്ധമേഖലയിൽ ആരാധന എന്നാണ് പാഠത്തിൻ്റെ തലവാചകം. നമുക്ക് മനഃപ്പാഠവാക്യത്തിലേക്ക് പോവാം. മനഃപ്പാഠവാക്യം എടുത്തിരിക്കും മത്തായി 6-ാം അധ്യായം 33. മുമ്പേ അവരുടെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് തിരക്കിനുമൊക്കെ ഇടയിൽ നമ്മൾ ദൈവത്തെയാണ് ആദ്യം അന്വേഷിക്കേണ്ടതെന്ന് യോശുവയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ ആശയം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വാഗ്ദത്ത ദേശത്ത് ഇസ്രായേലിൻ്റെ സാന്നിധ്യത്തിനിടയിലെ ചില സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആശയം നമ്മൾ പഠിക്കുന്നത്. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. ആദ്യം ഉടമ്പടി. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7-ാം വാക്യം വരെ നോക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ ഇക്കരെ കടക്കാൻ തക്കവണ്ണം യഹോവ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞുവെന്ന് കേട്ടപ്പോൾ അമോന്യരുടെയും കനാന്യരുടെയും ഉള്ളം ഉരുകിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ യഹോവ അവരെ വഴി നടത്തിയ കാര്യങ്ങൾ ആർക്കറിയാമായിരുന്നു? ഈ ജാതികൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അടുത്ത് അവരുടെ ദേശത്തേക്കാണ് എത്തിപ്പോകാവുന്നതെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ഭയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ കാണുന്നത് യഹോവ യോശുവയോട് എന്താ പറഞ്ഞത്? തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചതായിട്ട് കാണുന്നു. ഇവിടുത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വിജയത്തിൻ്റെ പ്രത്യേക സമയത്ത് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതെന്നാണ്. നമുക്കതിന് ഉത്തരം 4ഉം 5ഉം വാക്യങ്ങൾ കാണാവുന്നതാണ്. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കൾ ഉൾപ്പെടെയുള്ള ആണുങ്ങളൊക്കെയും തന്നെ യാത്രയിൽ പട്ടുപോയിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ജനമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ജനം എന്താണ്? അവർ പരിച്ഛേദന ഏറ്റിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായിരുന്നു? പരിച്ഛേദന എപ്പോഴും ദൈവത്തിൻ്റെ ദൈവവുമായിട്ട് ഒരു ബന്ധം അല്ലെങ്കിൽ അനുസരണം, ഉടമ്പടി നിലനിർത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിജയത്തിൻ്റെ സമയത്തും എന്ത് ചെയ്തിരുന്നു? ദൈവവുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് യോശുവയോട് ചെയ്യാൻ യഹോവ ആവശ്യപ്പെട്ടു? എല്ലാ ആണുങ്ങളെയും പരിച്ഛേദന കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ സൈനിക വിജയത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിട്ടുമുള്ള ഒരു ഉടമ്പടി ബന്ധം എപ്പോഴും തൻ്റെ ജനം നിലനിർത്തണം എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പുതിയ തലമുറയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ഭൂമിയുടെ ഉടമയുമായുള്ള പ്രത്യേക ബന്ധത്തെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായ അറിവുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? നമ്മൾ സങ്കീർത്തനം 24-ന്റെ 1-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നതാണ്. അപ്പോൾ ഈ കനാനി ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത് ആരാണ്? യഹോവയാണ് എന്ന് ആ ജനം തിരിച്ചറിയേണ്ടിയിരുന്നു. അതവർക്ക് പൂർണ്ണമായി അവർ ഉൾക്കൊള്ളേണ്ടിയിരുന്നു. അതിനാൽ എന്ത് ചെയ്യുന്നുണ്ട്? യഹോവ പറഞ്ഞ കാര്യം അവിടെ യോശുവ നിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? സാധാരണ ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എന്താണ്? പടക്കോപ്പുകൾ നിർമ്മിക്കുകയാണ്. അത് യുദ്ധത്തിന് വേണ്ടി യുദ്ധ സാമഗ്രികൾ നിർമ്മിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങൾ അല്ലെങ്കിൽ സൈനികർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? യഹോവയോടുള്ള അനുസരണമാണ് യുദ്ധത്തിൻ്റെ
യാക്കോബ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. ദൈവവുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു യുദ്ധം ദൈവത്തിൻ്റേതാണെന്നും അവർ ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവർ വിജയങ്ങളും നേട്ടങ്ങളും നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് ആദ്യം അവർ ദൈവത്തിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഈ ജനം ഈ ഒരു തത്വം ഈ ജനം ഇത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു തത്വം കർത്താവായ യേശു ക്രിസ്തു അല്പം വ്യത്യസ്തമായ രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 6:33 എന്ത് പറഞ്ഞിരിക്കുന്നു? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. ശരിക്കും ഈ ഒരു തത്വം നമുക്കും ബാധകമാണ്. നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നേടേണ്ടതായിട്ടുണ്ടല്ലേ. ഇതിനിടയിൽ നമ്മൾ ക്രിസ്തുവിനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണത വരുന്നതും നമ്മൾ നേടുന്നതും നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമ്മൾ സുഖം പ്രാപിക്കുന്നതും. അങ്ങനെ വിജയം ഈ യുദ്ധം ദൈവത്തിൻ്റേതായിരിക്കാൻ വിജയം നൽകുന്നതും ആരാണ്? ദൈവം തന്നെയാണെന്ന് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മളും അതിൽ ശ്രദ്ധാലുക്കളായിരിക്കുകയും ചെയ്യേണ്ടതെന്നാണ്. എന്നാൽ നമ്മളെപ്പോഴും വിജയത്തിൻ്റെയും ദൈവത്തിൻ്റെയും വശത്ത് തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദൈവീയ കൃപ അതിനുമായി ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗം പെസഹ. വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പെസഹ ആഘോഷിക്കുവാൻ യോശുവ തിരഞ്ഞെടുത്തത് അല്ലേ എന്ന് നോക്കാം. നമ്മൾ യോശുവയുടെ 5-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ പെസഹയെക്കുറിച്ച് നോക്കുക, പുറപ്പാടിലാവട്ടെ, ലേവ്യയിലാവട്ടെ, സംഖ്യയിലാവട്ടെ, ആവർത്തനത്തിലാവട്ടെ നമ്മൾ ഈ പെസഹ കാണുന്നുണ്ട്. അതായത് ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്ന് പുറപ്പെടുന്ന ആ രാത്രി എന്ത് ചെയ്തിരുന്നു? അവർ പെസഹ ആചരിച്ചിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവർ ആ രക്തം കട്ടളമേൽ പുരട്ടിയത് കൊണ്ട് സംഹാരദൂതൻ അവരുടെ വീടുകൾ കയറാതെ പോയതായിട്ടും അന്ന് ആ രാത്രി മിസ്രയേലിൻ്റെ എല്ലാ ആദ്യ കടിഞ്ഞൂലുകളും മരിക്കുന്നതായിട്ടും നമ്മൾ പഠിച്ചു വന്നിരുന്നു. അപ്പോൾ ശരിക്കും പെസഹ അവർ പുറപ്പെടുന്നതിന് മുമ്പ്, അടിമത്തം നിർത്തലാക്കി പുറപ്പെടുന്നതിന് മുമ്പ് ആചരിച്ചിരുന്നു. അപ്പോൾ മരുഭൂമി ജനിച്ച ഈ ജനം അതിനുശേഷം ആചരിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പുതിയ സ്ഥലത്ത്, അതായത് കനാനിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി യോശുവ പെസഹ ആചരിക്കുന്നതായിട്ട്, യോശുവയും ജനവും പെസഹ ആചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥ ദൈവത്തോടുള്ള അനുസരണം, യഹോവ എന്താണ് മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് അത് യോശുവയുടെ നിവർത്തിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ പെസഹ ആചരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്ന കർത്താവ് യേശു തന്നെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ ആചാരങ്ങളെല്ലാം തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. യേശു പെസഹയെ തൻ്റെ മരണത്തിൻ്റെ പ്രതിരൂപമാക്കി മാറ്റിയതായിട്ട് കാണുന്നു. യോഹന്നാൻ 1:29 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് കാണുന്നു. അന്ന് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് പെസഹ ആചരിച്ചിരുന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ സകല മനുഷ്യരാശിയുടെയും പാപം ചുമന്നുകൊണ്ട് കാൽവറിയിൽ മരിക്കുകയും നമുക്കതെന്താണ് ഒരു സൗഭാഗ്യമായി തീരുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഈ ആചരണങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പ്രതിരൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, പീലാത്തോസ് യഹൂദന്മാരോട് ചോദിക്കുകയാണ്, പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുവനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരണമോ അതോ ബറബാസിനെ വിട്ടുതരണമോ എന്ന് ചോദിച്ചതിന് എന്ത് ചെയ്യുന്നുണ്ട്? ആ ജനം പറയുന്നുണ്ട് ബറബാസിനെ വിട്ടുതരാൻ പറയുന്നുണ്ട്. യോഹന്നാൻ 19-ാം അധ്യായം 18-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് യേശു ക്രിസ്തുവിന് 2 കള്ളന്മാരുടെ ഇടയിൽ കാൽവരി ക്രൂശിൽ യാഗമായതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. എന്നാൽ ഇത് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പ്രതിരൂപ മാതൃകയിലുള്ള ഇസ്രായേൽ മക്കളുടെ കടന്നുപോക്കൽ അല്ലേ സംഭവത്തെ 144,000 പേര് പളുങ്കിനൊത്ത കണ്ണാടിക്കടലിലൂടെ കടന്നു പോകുന്നതായിട്ട് പാഠത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കത് കാണാവുന്നതാണ്. വെളിപ്പാട് 7-ന്റെ 9-ഉം 10-ലേക്ക് നോക്കുമ്പോൾ, പാപത്തിൽ നിന്ന് പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ട ജനം
അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കുന്നത് കാണാം. ഇവരെല്ലാം തന്നെ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ പങ്കുള്ളവരാണ്. ഇസ്രായേൽ മക്കൾ നടത്തിയ പെസഹയും ഇപ്പോൾ നമ്മൾ ആചരിക്കുന്ന തിരുവത്താഴവും എല്ലാം തന്നെ എന്താണ്, സ്വർഗീയ കുഞ്ഞാടിനോടൊപ്പമുള്ള കല്യാണ വിരുന്നിൻ്റെ പ്രതിമാതൃകകളാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലും തിരുവത്താഴം ആചരിക്കാത്തപ്പോൾ പോലും നമ്മൾ എന്താണ്, കുരിശുമായുള്ള ഒരു യാഥാർത്ഥ്യം, ആ ഒരു ബന്ധം നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നു എന്ന് ഓർക്കണം. ഓരോ കഷ്ടപ്പാടിൽ നിന്നുള്ള വിടുതലും എന്താണ്, നമ്മൾ തിരുവത്താഴം ആഘോഷിക്കാത്ത സമയത്ത് പോലും എന്താണ്, കാൽവറിയുമായുള്ള ആ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നയിച്ച ആ ത്യാഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു, അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതെല്ലാം കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിലേക്ക്, ആ വലിയ കല്യാണ വിരുന്നിലേക്ക് നയിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ബലിപീഠത്തിൻ്റെ പുതുക്കൽ എന്നാണ്. യോശുവ 8-ാം അധ്യായം 30-31 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, അനന്തരം യോശുവ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഏബേൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. മോശ കൽപ്പിച്ചതുപോലെ, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാതെ കല്ലുകൊണ്ട് തന്നെ അത് പണിതതായിട്ട് കാണുന്നു. ഇങ്ങനെ കർത്താവിനായി ഒരു യാഗപീഠം പണിതുയർത്തുന്നതിനുള്ള യോശുവയുടെ പ്രചോദനം എന്തായിരുന്നു എന്നതാണ് ചോദ്യം. മോശ മുഖാന്തരം യഹോവയായ ദൈവം അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താണ്, യോശുവ ഇവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ അനുഗ്രഹവും, അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ശാപവും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഗെരീസീം മലയിൽ വെച്ച് അനുഗ്രഹവും ഏബേൽ പർവ്വതത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ശാപവും പ്രസ്താവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അങ്ങനെ ആവർത്തനം 27-ാം അധ്യായം 2 മുതൽ 10 വരെ നോക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം എന്ത് ചെയ്യണം, വലിയ കല്ലുകൾ നട്ട് അവയ്ക്ക് കുമ്മായം തേക്കണം. ചെത്താത്ത കല്ലുകൊണ്ട് ഇരുമ്പ് തൊടിവിക്കരുത്. അവിടെ വെച്ച് സമാധാനയാഗം കഴിച്ച് ഭക്ഷിച്ച് സന്തോഷിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് ആവശ്യപ്പെട്ടിരുന്നതെല്ലാം എന്താണ്, യോശുവ അതുപോലെ നിവർത്തിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിയുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ വെച്ച് അവർ ഭക്ഷിച്ച് സന്തോഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മോശയോട് യഹോവ കൽപ്പിച്ച പ്രകാരമൊക്കെയും യോശുവ ഇതെല്ലാം തന്നെ യഹോവയുടെ വാക്കുകളൊന്നും തെറ്റാതെ ഈ ജനത്തിൻ്റെ മുമ്പിൽ യഹോവ നമ്മൾ ആദ്യം അനുസരിക്കേണ്ടതെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് എല്ലാം നിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ദൈവിക ഉടമ്പടി അനുസരണത്തിലേക്ക് യോശുവ എന്ത് ചെയ്യുന്നു, തിരികെ കൊണ്ടുപോകുന്നു അല്ലേ. പിറുപിറുത്ത ജനമെല്ലാം എന്ത് ചെയ്തിരുന്നു, മരുഭൂ പ്രയാണത്തിൽ തന്നെ പട്ടുപോയിരുന്നു. അപ്പോൾ ഈ പുതിയ ജനത, അതായത് അവരുടെ തലമുറയാണിത്. ആ തലമുറയിലെല്ലാം തന്നെ യേശുവിനോടുള്ള, ദൈവത്തോടുള്ള അനുസരണമാണ് ഏറ്റവും മുഖ്യമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി യോശുവ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ, മോശ മുഖാന്തരം യഹോവ അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നിവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യുദ്ധവും കീഴടക്കലും തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങളാണ്. യുദ്ധം ചെയ്യുക എന്നത്, ഓരോ പ്രദേശങ്ങൾ കീഴടക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദൈവീയ പ്രമാണങ്ങളോട് വിശ്വസ്തതയാണ്, അതിനോടുള്ള അനുസരണമാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മോശുവ ജനത്തെ എന്ത് ചെയ്യുന്നു, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് പാലിക്കാൻ അവർ തയ്യാറായപ്പോൾ എന്ത് ലഭിച്ചു അവർക്ക്, അവർ നടത്തിയ യുദ്ധങ്ങളിൽ നിന്നെല്ലാം അവർക്ക് വിജയം ലഭിച്ചതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ പുരാതന കാലത്തെ പോലെ തന്നെ ഇന്നും നമുക്കിത് വളരെ അർത്ഥവത്തായ ഒരു സംഭവമാണ്. അന്ന് അവിടെ കല്ലുകളാൽ പണിത യാഗപീഠം ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൃദയത്തിൽ പണിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിലുള്ള യാഗപീഠത്തിൽ നിന്ന് എപ്പോഴും എന്താണ്, നമ്മൾ എന്താണ്, ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന യാഗം ഉയർത്തേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവിക നിയമങ്ങളോടുള്ള അനുസരണം നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നുവെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് മനസ്സിലാക്കി നമ്മളും എന്ത് ചെയ്യണം, അങ്ങനെ ദൈവീയ നിയമങ്ങൾ ഇത്രയും ലോകത്തിൻ്റെ അന്ത്യത്തിൽ എത്തിയിരിക്കുന്നത് നമ്മളും അനുസരിച്ച് ജീവിക്കേണ്ടതിന് നമ്മളെ തന്നെ അവിടുന്ന് ദൈവം സഹായിക്കുമാറാണ്. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോവാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം കല്ലുകളിൽ എഴുതിയത്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ, മോശ എഴുതിയ ന്യായപ്രമാണത്തിൻ്റെ പകർപ്പ് ഇസ്രായേൽ മക്കൾ കാണുകെ ആ കല്ലുകളിൽ ആരെഴുതി, യോശുവ എഴുതിയായിട്ട് കാണുന്നു.
പകുതി പേർ ഗെരിസി മലയുടെ മുമ്പിലും പകുതി പേർ ഏബാൽ പർവ്വതത്തിൻ്റെ മുന്നിൽ നിന്ന് ഇത് കാണുന്നുണ്ടല്ലേ. അതിനുശേഷം എന്താണ്, കുട്ടികളും സ്ത്രീകളും അടക്കം പരദേശികളും അടക്കം എല്ലാവരും ഇതിന് ദൃക്സാക്ഷികളാണ്. അതിനുശേഷം അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണങ്ങളും മോശയുടെ ന്യായപ്രമാണങ്ങളെല്ലാം യോശുവ എന്ത് ചെയ്യുന്നു, വായിച്ച് എല്ലാവരും വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. യഹോവ മോശയിലൂടെ അരുളി ചെയ്തത് എന്ത് ചെയ്യുന്നുണ്ട്, യോശുവ ഇവിടെ നടപ്പിലാക്കുന്നതായിട്ട് പിന്നെയും കാണുന്നുണ്ട്. അവിടെ കൊണ്ടുവന്ന യാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ആരിലേക്കാണ് ആ യാഗങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്? എല്ലാ മൃഗയാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കർത്താവിൽ വിശ്വസിക്കുക ഏവർക്കും അനുഗ്രഹം ആസ്വദിക്കാനായി ഉടമ്പടിയിലെ ശാപമെല്ലാം ആരെ ഏറ്റെടുത്തു? കർത്താവ് വിശ്വസിക്കുന്ന ഏവരും അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഉടമ്പടിയിലെ ശാപങ്ങളെല്ലാം കർത്താവ് യേശു ക്രിസ്തു ഏറ്റെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നവൻ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു, നമുക്ക് ശാപമായി തീരുകയും നമുക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാവുന്നു. അപ്പോൾ എല്ലാവർക്കും ദൃശ്യമാകുന്ന ഒരു സ്മാരകത്തിൻ്റെ പകർപ്പ് എഴുതേണ്ടത് എന്തുകൊണ്ട് ആവശ്യമായിരുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാവർക്കും ദൃശ്യമാകുന്ന രീതിയിൽ ആ സ്മാരകത്തിൽ ആ പകർപ്പ് എഴുതേണ്ട ആവശ്യം എന്തായിരുന്നു? ആവർത്തനം 6:12 നോക്കുമ്പോഴത്തേക്ക്, നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ദൃശ്യമായ രീതിയിൽ അതവിടെ എഴുതപ്പെടാൻ കാരണം? ആവർത്തന പുസ്തകം 6:12 വാക്യത്തിൽ കാണുന്നു, നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവ എന്താണ് ചെയ്യണത്? മറക്കാതിരിക്കാൻ. അപ്പോൾ മനുഷ്യന് എന്താണ്, മറവിയുടെ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറക്കാതിരിക്കേണ്ടതിന് എന്താണ്, അത് എഴുതുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. സങ്കീർത്തനം 78:7 വാക്യത്തിൽ നോക്കുമ്പോൾ, അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ മറക്കാതിരിക്കേണ്ടതാണ് ഈ കല്ലുകളിൽ എല്ലാവർക്കും ദൃശ്യമാകുന്ന, ഈവൻ അവിടെയുള്ള ഒരു പരദേശിക്ക് കൂടെ ദൃശ്യമാകുന്ന രീതിയിൽ യോശുവ അത് എഴുതുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? മനുഷ്യൻ എന്താണ്, മറക്കുന്ന സ്വഭാവം പൊതുവെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ തിരുവത്താഴ ശുശ്രൂഷകളിലും വ്യക്തിപരമായി സഭയായും ദൈവവുമായി എന്താണ് ഉടമ്പടി പുതുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. വ്യക്തിപരമായി നമ്മൾ ഉടമ്പടി പുതുക്കുന്നുണ്ട്. അതുപോലെ സഭയായി ഒരു സഭ മുഴുവനായിട്ട് ആ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ്, ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും കർത്താവിനെ മറന്ന് സ്വന്തം ശക്തിയിൽ കഴിവിലും കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമായി നമുക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ കർത്താവിനെ മറന്നുകൊണ്ട് സ്വന്തം ശക്തിയിലും കഴിവിലും കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമായിട്ട്, സ്വന്തം ശക്തിയിലും കഴിവിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടാവസ്ഥ എന്താണ്? ഇങ്ങനെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം ശക്തിയിലാണ് ചെയ്യുന്നതെന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? സ്വയം പുകഴ്ച അവിടെ കൂടുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവമാണ് നമുക്ക് ഈ കഴിവ് തന്നതെന്നും ശക്തി തന്നതെന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ നേടുന്നതെന്നും മറന്നുകൊണ്ട് സ്വയം പുകഴ്ചയിൽ എത്തപ്പെടുകയും അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ജീവിതത്തിൽ തന്നെ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും മുൻഗണന നൽകാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 1:2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവം നൽകിയ ന്യായപ്രമാണങ്ങളെല്ലാം സന്തോഷത്തോടെ അനുസരിക്കുകയും രാവും പകലും അതെന്ത് ചെയ്യണം, ഓർത്തിരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് സങ്കീർത്തനക്കാരനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ രാപ്പകൽ മറക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നുണ്ട്? യോശുവ അവിടെ കല്ലുകൾ എഴുതി ദൃശ്യമാകുന്ന രീതിയിൽ എഴുതുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് അതുപോലെ യഹോവ നൽകിയിരിക്കുന്ന കൽപ്പനകൾ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എഴുതുകയും അതുപോലെ തന്നെ എന്താണ്, രാപ്പകൽ ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കും ചെയ്യേണ്ടതാണ് എന്ന് യോശുവയുടെ ചരിത്രത്തിലൂടെ ഇന്നത്തെ നമുക്കും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി വാഞ്ചിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി വാഞ്ചിക്കുന്നതാണ്. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഭൂമി അനുവദിക്കുന്ന പ്രക്രിയ യോശുവ തടസ്സപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
18 നോക്കുമ്പോൾ, അനന്തര ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. അപ്പോൾ ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഇവിടെ സമാഗമന കൂടാരം സ്ഥാപിച്ചതായി കാണുന്നുണ്ട്. അതായത് ഭൂമി അനുവദിച്ചു നൽകുന്ന പ്രക്രിയ അവിടെ നിന്ന് അവരെ എത്തപ്പെട്ടതിന് ശേഷം എന്താണ്, ഓരോ ഗോത്രത്തിനും ഓരോ ഭാഗം അനുവദിച്ച് നൽകുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, മോശ പറഞ്ഞിരുന്ന പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ പ്രക്രിയ നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യാണ്, അവരവിടെ ചെയ്യുന്നൊരു സംഭവം എന്താണ്, സമാഗമന കൂടാരം എന്താണ് അവിടെ സ്ഥാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുറപ്പാട് 25:8 നോക്കുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ എന്താണ്, ഇവർ ഓരോ ഗോത്രത്തിനും ഓരോ സ്ഥലമൊക്കെ അനുഭവിച്ച് കൊടുക്കുമ്പോൾ അവരുടെ നടുവിൽ ആര് വസിക്കേണ്ടതുണ്ട്, യഹോവയായ ദൈവം തന്നെ വസിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് സമാഗമന കൂടാരം അവരവിടെ സ്ഥാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഭൂമി അനുവദിക്കുന്ന പ്രക്രിയ നിർത്തിയതിന് ശേഷം സമാഗമന കൂടാരം അവിടെ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ മധ്യത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ ആ ദേശത്തിൻ്റെ കൈവകാശം സാധ്യമാക്കുകയും ഇസ്രായേലിന് അവരിലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി 12:3 പറഞ്ഞിരിക്കുന്നത് പോലെ, നിന്നാൽ, അതായത് അബ്രഹാമിനാൽ ഭൂമി മുഴുവനും അനുഗ്രഹിക്കപ്പെടും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവവുമായുള്ള ബന്ധം എല്ലായ്പ്പോഴും നിലനിർത്താൻ അവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭൗതിക സാന്നിധ്യവും നമ്മോടുള്ള ചോദ്യമാണ്, ദൈവത്തിൻ്റെ ഭൗതിക സാന്നിധ്യവും പ്രതിഷ്ഠിച്ച ഒരു വിശുദ്ധ മന്ദിരം ഇല്ലാത്ത ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? അപ്പോൾ അവരാണ് എവിടെ കൂടാരം അടിക്കുന്നിടത്ത് എന്ത് സ്ഥാപിച്ചിരുന്നു? ദൈവത്തിൻ്റെ ഈ സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്നു. അത് എന്തിനാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടെന്ന് അത് കാണിച്ചിരുന്നു അല്ലേ. അവിടെ കൊണ്ടുപോയിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്? യാഗങ്ങളെല്ലാം അർപ്പിച്ചിരുന്നതായിട്ട് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പം ഇന്നത്തെ ക്രിസ്ത്യാനികളായ നമ്മൾ ദൈവത്തിൻ്റെ ഭൗതിക സാന്നിധ്യവും പ്രതിഷ്ഠിച്ച ഒരു വിശുദ്ധ മന്ദിരമൊന്നും എവിടെയില്ല, ഇപ്പോൾ നമുക്കില്ല അല്ലേ. ഈ നിലയിൽ നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ നിന്നും എന്താണ് പഠിക്കാനുള്ളതെന്നൊരു ക്വസ്റ്റ്യൻ. അതായത് എല്ലാ മൃഗയാഗങ്ങളും എന്താണ് ക്രൂശ് മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമ്മൾ കാണുന്നു. അന്ന് അവർ ചെയ്തിരുന്ന എല്ലാ മൃഗയാഗങ്ങളും എന്തിൻ്റെ പ്രതിരൂപമായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരിക്കലായി നമുക്ക് മനസ്സിച്ച ദൈവത്തിൻ്റെ പ്രതിരൂപമായത് അല്ലേ. കാൽവറി ക്രൂശിൻ്റെ മരണത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് എന്താണ്, അതായത് പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്നതിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഇതെല്ലാം സൂചിപ്പിച്ചിരുന്നതായിട്ട് കാണുന്നു. ഇന്ന് തിരശ്ശീലയ്ക്കകത്തേക്ക് എന്താണ്, കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നുണ്ട്? സകല മനുഷ്യരെയും പാപത്തിനായി മരിച്ചതിന് ശേഷം ആ രക്തം കൊണ്ട് കടന്നിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സൗന്ദര്യ അഡ്വന്റിസ്റ്റുകാർ എന്താണ് വിശ്വസിക്കുന്നത്? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു എന്താണ് കടന്നിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി സദാ വാദിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:11-12 നോക്കൂ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പടി ഇല്ലാത്തതായി എന്ന് വെച്ചാൽ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ മരിച്ചിട്ട് എന്നേക്കുമായുള്ളൊരു വിടുതൽ എന്താണ് മനുഷ്യരാശിക്ക് സാധിച്ചു കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യഹോവ മോശ മുഖാന്തരം, അപ്പോൾ നമ്മളിവിടെ പഠിച്ച ക്വസ്റ്റ്യൻ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഈ യാഗങ്ങൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മളെന്താണ് സകല മനുഷ്യർക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എന്താണ് ഒരു പാപത്തിൽ നിന്ന് സകല മനുഷ്യരെയും വീണ്ടെടുക്കുന്നതായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും യോശുവ ഇവിടെ കൃത്യമായി ഓരോ തവണയായിട്ട് നിവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർത്താവായ യേശു മഹാപുരോഹിതനായി നമുക്ക് വാദിച്ചു കൊണ്ടിരിക്കാൻ എബ്രായർ 10:22 പറയുന്നത് പോലെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയം പൂണ്ട്
പരമാർത്ഥ ഹൃദയത്തോടെ, അത് ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മൾ യോശുവയുടെ ചരിത്രം വെച്ച് ഇന്നത്തെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ യോശുവ നിവർത്തിച്ചതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് മോശ മുഖാന്തരം യഹോവ അരുളി ചെയ്തത് അതെല്ലാം യോശുവ നിവർത്തിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കർത്താവ് യേശു ക്രിസ്തുവോടെ ഒന്ന് ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് നമ്മളും അനുസരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അതായത് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനാണ് നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രത്യാശയും മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്യുന്നവൻ എന്താണ്? വിശ്വസ്തനല്ലോ. എന്തെന്നാൽ കർത്താവായ യേശു അതിപരിശുദ്ധ സ്ഥലത്ത് ഓൾറെഡി കടന്നിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യണം. അപ്പോൾ കൂടാരത്തിന് പുറത്തുള്ളവർ എന്ത് ചെയ്യണം? അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ എന്താണ്, മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു കഴിയുമ്പോൾ എന്താണ്, കൂടാരത്തിന് പുറത്തുള്ളവർ എന്താണ്, അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ തന്നെ താഴ്ത്തി കുറ്റമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ഇറങ്ങി വരുന്നത് വരെ ഇരിക്കണമെന്നാണ് അല്ലേ. അങ്ങനെ അതിൽ പങ്കെടുക്കാത്ത എല്ലാവരും എന്ത് ചെയ്യണം? പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കൊന്നു കളയുന്നതാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ പുരോഹിതൻ എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തി കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യോശുവ യഹോവയാൽ നൽകപ്പെട്ട കാര്യാദികൾ ചെയ്തതുപോലെ അനുസരിച്ചതുപോലെ നാമും യേശുവാൽ നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാതെ ജീവിക്കേണ്ടതാണ് എന്ന് ഈ യോശുവയുടെ ചരിത്രം പഠിച്ചു വരുന്ന പോലെ ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് യേശുവിനെതിരെ, ദൈവത്തിനെതിരെ പാപം ചെയ്യാതെ, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാതെ ജീവിക്കേണ്ടതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകും. വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന പുസ്തകത്തിലെ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ പേജ് നമ്പർ 500 നോക്കുമ്പോൾ മോശ നൽകിയ നിർദ്ദേശമനുസരിച്ച് ഏബേൽ പർവ്വതത്തിലാണ് വലിയ കല്ലുകൾ കൊണ്ടുള്ള സ്മാരകം സ്ഥാപിച്ചത്. അതായത് യാഗപീഠം പണിതത്. അതിൽ കൽപ്പനകൾ എഴുതി ഒരു യാഗപീഠവും പണിതു. ശാപം ഏൽക്കപ്പെട്ട ഏബേൽ മലയിലാണ് യാഗപീഠം പണിതത് എന്ന് ഓർക്കണം. അപ്പോൾ ഗെരീസി മലയിൽ വെച്ച് അനുഗ്രഹം പറഞ്ഞു, ഏബേൽ പർവ്വതത്തിൽ വെച്ച് ശാപവും പറഞ്ഞിരുന്നു അല്ലേ. കർത്താവായ യേശു നമുക്ക് വേണ്ടി ശാപമായി യാഗമായി തീർന്ന എന്ന വസ്തുത എന്താണ്? നമ്മളിത് കാണുമ്പോൾ ശാപമേൽക്കപ്പെട്ട ഏബേൽ മലയിൽ യാഗപീഠം പണിതതും യാഗങ്ങൾ നടത്തിയത് കാണുമ്പോഴും ഓർക്കേണ്ടതാണെന്ന് രേഖപ്പെടുത്തുന്നു. അതായത് നമുക്ക് ചർച്ചയ്ക്കുള്ള വിഷയങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദൈവരാജ്യം അന്വേഷിക്കുക എന്നതിൻ്റെ ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദൈവരാജ്യം അന്വേഷിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ തത്വം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു? അപ്പോൾ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന തത്വം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് വെച്ചാൽ സ്വർഗരാജ്യമാണ്. അപ്പോൾ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയാം, സ്വർഗരാജ്യം അന്വേഷിക്കുക. അപ്പോൾ സ്വർഗരാജ്യത്തിലുള്ളത് ദൈവമാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ വരുന്നത്. ഇത് ദിനംപ്രതിയുള്ള, അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ ദിനംപ്രതിയുള്ള നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അതായത് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ യേശു പിതാവിനോട് നമുക്ക് വേണ്ടി എന്താണ് മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എവിടെയാണ് ദൈവം ഇപ്പോൾ ഉള്ളത്? യേശു ഇപ്പോൾ ഉള്ളത് അതിപരിശുദ്ധ സ്ഥലത്താണ്. അപ്പോൾ ദിനം പ്രതി ദൈവത്തോട് എന്താണ്? നമ്മളെ തന്നെ താഴ്ത്തി പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് ക്ഷമ യാചിക്കേണ്ടതാണ്. എന്നുവരെ നമ്മളത് ചെയ്യണം. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുവരെ നമ്മൾ ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് ഓർക്കുന്നു. അപ്പോൾ മഹാപുരോഹിതൻ എന്താണ്? പുറത്ത് വന്നതിന് ശേഷമാണ് അവരാവശ്യം. അപ്പോൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു പുറത്ത് വരുന്നത് വരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ താഴ്ത്തി
പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ദിനംപ്രതി ദൈവത്തോട് പാപക്ഷമ ചോദിക്കേണ്ടതാണ്. കറ ചുളുക്കം ഒന്നുമില്ലാതെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കേണ്ടുന്നതിനാൽ ഏതെങ്കിലും തെറ്റുകൾ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ എന്ന് തന്നെ നമ്മെ തന്നെ ശോധന ചെയ്ത്, അതും പ്രാർത്ഥനയും ദൈവത്തോട് ആവശ്യപ്പെട്ട് ശോധന ചെയ്ത് ദിനംപ്രതി പരിശുദ്ധാത്മാവ് വഴി നടത്തിപ്പിനായി പ്രാർത്ഥിച്ച് വഴി നടത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന്. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. നമുക്ക് ഈ പാഠപഠനത്തിൻ്റെ അവസാനത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, ഈ പാഠം പഠിക്കാൻ ദൈവകൃപയിൽ ഞങ്ങളെ അവിടെ സഹായിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, യോശുവയുടെ ചരിത്രത്തിൽ യോശുവ മോശ മുഖാന്തരം യഹോവ അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും പുതിയ തലമുറയിൽ വന്ന ഇസ്രായേൽ മക്കളും അനുസരിക്കത്തക്ക വിധം അവിടെ മുമ്പേ കാണിക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്തതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് നമുക്ക് മാതൃക വെച്ചിട്ട് പോയ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ പിന്തുടർന്ന് ജീവിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്, പാപത്തിൽ വീണു പോകുന്നവരാണ് കർത്താവെ. എന്നാലും ദൈവം എല്ലാം ഓർത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ രാപ്പകൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഹൃദയത്തിൽ ധ്യാനിക്കത്തക്കവണ്ണം ഓർത്തിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠപഠനങ്ങളെല്ലാം തന്നെ കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാലധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കണം. പ്രിയ പിതാവേ, ആമീൻ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.